നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ മരുന്ന് ക്ഷാമമില്ലെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ്. കുവൈറ്റിൽ നടന്ന ഗൈനക്കോളജിക് ഓങ്കോളജി രാജ്യാന്തര സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് കുവൈറ്റ് ആരോഗ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. മരുന്ന് ലഭ്യത ഉറപ്പാക്കാൻ ആരോഗ്യ മന്ത്രാലയം പ്രതിജ്ഞാബദ്ധമാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ക്യാൻസറിന് ഉൾപ്പെടെയുള്ള ആവശ്യ മരുന്നുകൾ രാജ്യത്ത് കിട്ടുന്നുണ്ടെന്നും അദ്ദേഹം തുറന്നടിച്ചിരിക്കുകയാണ്. രാജ്യത്തെ മുഴുവൻ ആശുപത്രികളും പ്രവർത്തിക്കുന്നത് സാധാരണ നിലയിലാണെന്നും കുവൈറ്റ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെഡിക്കൽ ഉപകരണങ്ങളുടെയോ മരുന്നുകളുടെയോ ക്ഷാമമില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ക്യാൻസർ ചികിത്സാ രംഗത്തും രോഗനിർണയം, പ്രതിരോധം എന്നീ മേഖലകളിലും കുവൈറ്റ് ഏറെ മുന്നിൽ നിൽക്കുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ക്യാൻസർ രോഗികളെ ഉൾക്കൊള്ളാനാവുന്ന സ്ഥലപരിമിതിയെ തുടർന്ന് 600 കിടക്കകളുള്ള ആശുപത്രിയുടെ പ്രവർത്തനം തുടങ്ങിയതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും കുവൈറ്റ് ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന വളരെയധികം ശ്രദ്ധേയമാവുകയാണ്. അതേസമയം ഈ ഇടയ്ക്കായിരുന്നു വിസയിൽ പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം കുവൈറ്റ് തുടരുമെന്നൊരു വിവരം പുറത്തു വന്നത്. നിശ്ചിത തൊഴിലുകൾ ചെയ്യുന്നവർ ഒഴികെയുള്ള പ്രവാസികൾക്ക് ഫാമിലി വിസ തടഞ്ഞത് തുടരുമെന്നായിരുന്നു വിവരങ്ങൾ പുറത്തു വന്നത്. താമസ നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുന്നതിനു വേണ്ടി വിസ നിർത്തിവച്ചിരിക്കുന്ന തീരുമാനം തുടരുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റെസിഡൻസി നിയമലംഘകരുടെ എണ്ണം കുറയ്ക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയം കഠിന പ്രയത്നമാണ് ചെയ്യുന്നത്. രാജ്യത്ത് ആകെയുള്ള 46 ലക്ഷം ജനങ്ങളിൽ 34 ലക്ഷം പ്രവാസികളാണ്. 70% വിദേശികളെന്ന ജനസംഖ്യാപരമായ ഈ അസന്തുലിതാവസ്ഥ കുറച്ചു കൊണ്ടുവരാൻ തന്നെയാണ് കുവൈറ്റിന്റെ നീക്കം. രേഖകളില്ലാതെ രാജ്യത്ത് കഴിയുന്ന വിദേശികളെ പിടികൂടി നാട് കടത്തുന്ന നടപടി ഊർജിതമാക്കാൻ ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് കർശന നിർദ്ദേശം നൽകിയിരുന്നു. 1.5 ലക്ഷത്തോളം പ്രവാസികൾ രേഖകളില്ലാതെ കഴിയുന്നുണ്ടെന്നായിരുന്നു കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക്. ഇത് പ്രകാരം വിവിധ തരം വിസകളിലെത്തിയ ശേഷം കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കുകയോ മടങ്ങിപ്പോവുകയോ ചെയ്യാത്തവർ നിരവധിയുണ്ട്. ഇത്തരക്കാരെ കണ്ടെത്തി യാത്രാരേഖകൾ ശരിയാവുന്നതുവരെ ജയിലുകളിൽ പാർപ്പിക്കുകയും ടിക്കറ്റ് ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കി നാട് കടത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സുരക്ഷാ വിഭാഗങ്ങളും തൊഴിൽ വകുപ്പുകളും വിപുലമായ പരിശോധനയും നടപടികളും സ്വീകരിക്കുകയാണ്. രേഖകളില്ലാതെ കഴിയുന്നവർക്ക് അഭയമോ ജോലിയോ നൽകുന്ന പ്രവാസികളെ നാട് കടത്തണമെന്നാണ് മുന്നറിയിപ്പ്. എല്ലാ ഗവർണറേറ്റുകളും ആയിരക്കണക്കിന് തൊഴിൽ നിയമ ലംഘകരെ ഈ വർഷം റെസിഡൻസി അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നതിനായി രാജ്യത്തുടനീളം സുരക്ഷാ ക്യാമ്പയിനുകൾ നടക്കുകയാണ്. 25 വർഷമായി അനധികൃതമായി കഴിയുന്ന ഈജിപ്തുകാരനായ പ്രവാസിയെ അടുത്തിടെ പിടികൂടിയിരുന്നു. ഈ വർഷം ഓഗസ്റ്റ് 19 വരെ 25,000-ലധികം പേരെയാണ് കുവൈറ്റ് നാട് കടത്തിയത്. ഡിസംബർ പൂർത്തിയാകുന്നതോടെ എണ്ണം 35,000 കടക്കും. ശരാശരി ദിവസേന 108 പ്രവാസികൾ എന്ന തോതിലാണ് നാട് കടത്തൽ. തൊഴിൽ താമസ നിയമ ലംഘകർക്ക് പുറമെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, ഭിക്ഷാടകർ, ഗുരുതരമായ ട്രാഫിക് നിയമ ലംഘനങ്ങൾ നടത്തിയവർ എന്നിവരെ നാട് കടത്തുന്നുണ്ട്.